ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഒരു റോഡ് ട്രിപ്പ്. അങ്ങനെ വലിയതായിട്ടൊരു സ്റ്റേക്കേഷനോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് പോയിട്ട് വരാം. ഒരു നല്ലൊരു നൈസ് റോഡിലൂടെ ചുമ്മാ അടിപൊളിയായിട്ട് ഒരു വൈബൊക്കെ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളിപ്പം തേനിയിലോട്ടാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ മുന്തിരി തോട്ടമൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് ചില്ല് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇപ്പം നമ്മൾ 4 മണിക്ക് മുമ്പേ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് മെയിനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ. എവിടെ പോകുന്നൊന്നും ഇതാക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് 4 മണിക്ക് എണീച്ചിട്ട് പോവാം, അപ്പോൾ തിരക്ക് കുറവായിരിക്കും. പിന്നെ 9 മണിക്കൊക്കെ മുമ്പ് നമ്മൾ എത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം എല്ലാവരും റെഡി ആവുകയൊക്കെയാണ്. അപ്പം ഞാനിനി പോയിട്ട് റെഡിയൊക്കെ ആവണം. ഇതുണ്ടോ ഒരാളിവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. ഇതിൻ്റെയൊക്കെ അകത്ത് പോയി കിടന്നുറങ്ങും. ഇതൊക്കെ ഇവൻ്റെ ടോയ്സ്. മുമ്പൊക്കെ ഞാനിവനെ ഇതൊക്കെ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവൻ എത്ര എവിടെ കിടത്തിയാലും ഇവന് കിടന്ന സ്ഥലത്ത് കാണിക്കില്ല. അപ്പം ഒറ്റക്കൊക്കെ എണീറ്റൊക്കെ ഇരിക്കും. എന്നിട്ട് കിടക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തലയെടുക്കും. അപ്പോൾ ആ തലയൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം എണീറ്റിട്ടും ഇവനെ പിന്നെ ഞാൻ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി കിടത്തി. അപ്പോൾ രാവിലെ അവൻ എണീറ്റ് പോകാറും. ഇല്ലെങ്കിൽ ഇവന് ഉറക്കത്തിൽ എണീറ്റാൽ ചുമ്മാ കരച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവൻ്റെ ഉറക്കമൊക്കെ തെളിഞ്ഞ് എണീക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി, എല്ലാവരും റെഡിയായി. എന്നാലും നമുക്ക് 4 മണിക്ക് പോകുന്ന പറഞ്ഞിട്ട് ഇപ്പം തന്നെ 4:30 ആവാറായി. എപ്പോഴും അങ്ങനെ പറഞ്ഞ സമയത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, എന്തായാലും ഡിലേ ആവും. എന്നാലും നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യും, പക്ഷെ നടക്കത്തില്ല. ഇപ്പം ഇനി ഒരു 10 മിനിറ്റിനുള്ളിലൊക്കെ നമ്മൾ ഇറങ്ങുമായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങി. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയത്. എന്തായാലും സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. പിന്നെ സിസുവിനെ ഞാൻ അങ്ങനെ തന്നെ എടുത്തു. ഇനി പിന്നെ എണീറ്റ് എന്തായാലും പണി കിട്ടും. അവൻ കരച്ചിലൊക്കെ ആയിരിക്കും. അവൻ എണീക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവന് ഇനി എത്ര ലേറ്റായിട്ട് ഉറങ്ങിയാലും എത്ര വേഗം ഉറങ്ങിയാലും അവൻ്റെ ആ സമയമാകുമ്പോൾ എണീക്കും. അങ്ങനെ നമുക്ക് പുലർച്ചെ ആവാറായി. അപ്പം അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. മലകളുടെ നടുക്ക് ഇങ്ങനെ പുകയൊക്കെ വന്നിട്ട് നല്ല മഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ആ കാഴ്ചകളൊക്കെ കുറച്ച് സമയം കണ്ടു. പിന്നെ അപ്പോഴത്തേനെ സിസു എണീറ്റു. അങ്ങനെ പിന്നെ അവനും ആ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഞങ്ങൾ അവിടെയൊക്കെ നിന്നിട്ട് പോയി. ഞങ്ങളങ്ങനെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്തി. പിന്നെ കുറച്ച് സമയം പുറത്തിറങ്ങി നിൽക്കാമല്ലോ, കുറേ സമയമായിട്ട് ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഉമ്മച്ചിയും ചായ കുടിക്കുകയാണ്. വേറെ ആരും ചായ കുടിക്കുന്നില്ല. അവർക്കൊന്നും ചായ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ മൂഡ് മാറാനും പിന്നെ ഉമ്മച്ചിക്കും മൂഡ് മാറാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി കട്ടൻ കുടിക്കുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ തേക്കടി എത്തിയപ്പം ഒരു ഔറ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നെയ് റോസ്റ്റും പിന്നെ അപ്പം മുട്ടക്കറി അങ്ങനെ എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിസുവിന് അവിടുന്ന് പൂ വേണമെന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പൂവൊക്കെ പറിച്ചു കൊടുത്തിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ കുറേ മങ്കിയൊക്കെ ഉണ്ട്. അപ്പോൾ മങ്കിനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സിസുവിന്. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന് മങ്കിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഹൈവേയിലേക്ക് എത്തി. ഞങ്ങൾ കുറേ സമയത്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഹൈവേയിലെത്തിയാൽ മതിയായിരുന്നു. എന്താ വെച്ചെങ്കിൽ കുറച്ച് പാടായിരുന്നു. റോഡൊക്കെ തിരിവും വളവൊക്കെ ആയതുകൊണ്ട് ഛർദ്ദിക്കാനൊക്കെ വന്ന് കുറച്ച് സീനായിരുന്നു.
അങ്ങനെ നമ്മുടെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പൊ നമ്മൾ ഒരു മുന്തിരിത്തോട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടുള്ളത്. തേനി എത്താറായി, ഇനി കുറച്ചും കൂടെ പോവാറുണ്ട്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ മുന്തിരിത്തോട്ടം കണ്ടിട്ട് അവിടെ കയറാന്ന് പറഞ്ഞിട്ട് നിർത്തി ഞങ്ങൾ അവിടെ. ഇതാ ഈ ജെന്നീസ് മുന്തിരിത്തോട്ടം, അവിടേക്കാണ് പോകുന്നത്. മലയാളത്തിലൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. എവിടെ? ആ, നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോകാൻ പറ്റുമോ? ഇതിന്റെ അകത്തോട്ട് നമുക്ക് പോയിട്ട് നോക്കാൻ പറ്റും അല്ലേ? ഫോട്ടോ എടുക്കാനാ? ഹായ്, നൈസ് ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരിത്തോട്ടത്തിന്റെ അകത്തൊക്കെ വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നല്ല ഒരു വിളിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുന്ന് നമുക്ക് ഫ്രഷ് ജ്യൂസും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ മാത്രം കേട്ടോ മുന്തിരി. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഒന്നും പറിച്ചിട്ടില്ല, ബാക്കി അങ്ങോട്ടൊക്കെ ഉള്ളത് എല്ലാവരും എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഇവിടെ ഈ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അങ്ങോട്ടൊക്കെയുള്ള മുന്തിരിയൊക്കെ എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പം അവർക്കൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടും തോന്നുന്നു, കുറച്ച് ഈ സ്ഥലത്ത് മാത്രം ഇങ്ങനെ മുന്തിരി പറിക്കാതെ വെച്ചിട്ടുള്ളത്. ഒരാളിവിടെ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അവിടെ പോവല്ലേ? ജിസുവിനെ താഴെ വിട്ടപ്പോൾ ഇവ നടക്കാനും ഓടാനും തുടങ്ങി. അങ്ങനെ പിന്നെ അവൻ്റെ പിന്നാലെ നടക്കലായി ഒരു പണി. പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോകുമ്പം കുറച്ച് ആൾക്കാരും പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള മുന്തിരി നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ജ്യൂസും ഉണ്ട്. ജ്യൂസിന് അവർ ഒരു ഗ്ലാസ്സിന് 40 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ അവിടെ വൈനുണ്ട്, പിന്നെ ജ്യൂസ്, പിന്നെ എല്ലാ മുന്തിരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് അവരുടെ പ്രൈസിൽ വാങ്ങിച്ചിട്ട് പോകാം. പുറത്ത് കിട്ടുന്നതല്ല, അവരുടെ പ്രൈസിൽ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് നല്ല പ്രൈസിലാണ് അവർ കൊടുക്കുന്നത്. 200-ന് 3 കിലോ എന്തോ അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളും അവിടുന്ന് വാങ്ങിച്ചു 200-ന് 3 കിലോ. 3 കിലോ ഒക്കെ വീട്ടിൽ കൊണ്ടെങ്കിൽ ചിലവാകത്തില്ല, അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും. എന്നാലും ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും വാങ്ങിച്ചു. പിന്നെ അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ജിസുവിനെ അവിടെ കളിക്കണം വാങ്ങിച്ചു. പിന്നെ അവനെ കളിപ്പിച്ചു. പിന്നെ അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ജിസുവിന് ഫുഡ് കഴിക്കാൻ മാത്രമേ പാടുള്ളൂ, ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നാലും നമ്മളങ്ങനെ കൊടുക്കാറില്ല, കുറവാണ് കൊടുക്കാറ്. പിന്നെ ഇനിയിപ്പം അവന് ഐസ്ക്രീം ചോദിച്ച് കരഞ്ഞപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. ജബേ പറ, എങ്ങനെയാ നടക്കുന്നത്? കൊള്ളാവോ ജിജു? കണ്ട പിന്നെ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. പ്രശ്നമൊന്നുമില്ലായിരുന്നു, ജസ്റ്റ് ബുക്കും പേപ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് അവരൊന്ന് വിട്ടു. ജിസു എപ്പോഴും തോളെത്തുമ്പം കൈബുക്കും. അപ്പോൾ അവൻ വിചാരിക്കുന്നത് അവന് കൈബുക്കിയിട്ടാകുമ്പോഴാണ് ഇതിങ്ങ് പൊങ്ങുന്നതെന്ന് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ എവിടെ തോള് കണ്ടെങ്കിലും അവൻ ആദ്യം അതിന് മുമ്പെത്തുമ്പോൾ കൈബുക്കും. അങ്ങനെ നമ്മളിപ്പം ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ആസിഫ് ബിരിയാണി കടയിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല ഇതിൻ്റെ, പക്ഷേ ഇത് റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നതാണ്. അങ്ങനെ ഇതാ 15-20 മിനിറ്റ് വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് നമ്മുടെ ബിരിയാണി എത്തി. കാണുമ്പോൾ തന്നെ തോന്നുന്നു നല്ല ബിരിയാണി തോന്നുന്നു. എനിക്കില്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ആയിട്ടുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള റൈസും പിന്നെ ചിക്കൻ കബാബ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇവർ തരുന്ന സാലഡ് എപ്പോഴും കട്ടിയുള്ളതാണ്. തമിഴ്നാട് ബിരിയാണീൻ്റെ സ്പെഷ്യൽ തന്നെ അതാണ്. നല്ല കട്ടിയുള്ള സാലഡും പിന്നെ ബ്രിഞ്ചൽ കറിയും. അത് നമുക്ക് ഹൈദരാബാദ് ബിരിയാണി കഴിക്കുമ്പോഴും ഇത് തമിഴ്നാടിൽ നിന്ന് ബിരിയാണി കഴിക്കുമ്പോഴേ ആ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ നമ്മളൊരു വില്ലേജിലോട്ട് പോയി ഇങ്ങനെ ചുമ്മാ കാണാമെന്ന് പറഞ്ഞിട്ട് ഇത് വിൻമില്ല് സീസണ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോയി. എന്ത് രസം കാണാൻ. കണ്ടവൻ പേടിച്ചു പോയി. അമ്മമാരെ കാണിച്ച് പേടിച്ചു എന്ന് പറഞ്ഞേ. നോക്കട്ടെ, പേടിച്ചാ? വിൻമില്ല് നോക്ക്, വിൻമില്ല് നോക്ക്. എത്ര വിൻമില്ലുണ്ട് സിസു? എണ്ണിക്ക്. 1 2 3. ചിക്കൊക്കെ 329 അനങ്ങിയിട്ടില്ലല്ലോ ഇപ്പം. പാടുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് ഹോർസിനെ കണ്ടായിരുന്നു. അപ്പോൾ ജിജുവിന് അതിന് കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ നമുക്ക് അവിടെ നിർത്തി തന്നു. പക്ഷെ അതിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ അടുത്ത് പോയിട്ട് ടച്ച് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് വീണ്ടും ഒരു മുന്തിരിത്തോട്ടത്തിലോട്ട് കയറി. MRS എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ പച്ച മുന്തിരി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പഴുത്തതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും പറിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തോട്ടം മൊത്തത്തിൽ മുന്തിരി ഇങ്ങനെ കിടക്കുമായിരുന്നു. കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ അതുപോലെ തന്നെ അവിടുന്ന് തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ജ്യൂസും ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ മൊത്തത്തിൽ കണ്ടില്ല, എന്നാലും കുറേ ഭയങ്കര വലിയ തോട്ടമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് കണ്ടു. അങ്ങനെ ഇപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ നമുക്കിന്ന് തന്നെ വീട്ടിലെത്തണം. നാളെ നമുക്ക് എല്ലാവർക്കും ഓഫീസുണ്ട്. അപ്പോൾ നമുക്കിന്ന് എവിടെയും സ്റ്റേ ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മൾ പാതിരാത്രി ആവുന്നതിന് മുമ്പ് വീട്ടിലോട്ട് എത്തണം. ഞങ്ങൾ ആദ്യം വിചാരിച്ച് കോയമ്പത്തൂർ റൂട്ടിലൂടെ പോകാൻ, എൻ്റെ സ്ട്രൈറ്റ് റോഡാണല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോൾ 10 മണിക്കൂറിന് മുകളിൽ കാണിക്കുന്നു. നമുക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും ബെറ്റർ വന്ന വഴിയിലൂടെ തന്നെ പോവാം. അപ്പം വളവും തിരിവൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല, പെട്ടെന്ന് എത്തുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ വന്ന അതേ വഴിയിലൂടെ തിരിച്ചു വിട്ടു. വൈകുന്നേരം ആകുമ്പം വീണ്ടും കോടമഞ്ഞ് കൊണ്ട് മൂടാൻ തുടങ്ങി. പിന്നെ എന്താ വെച്ചെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടില്ല തിരിച്ചു വരുമ്പോൾ. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.